മറ്റൊന്ന് ഈ എലത്തൂർ ഉൾപ്പെടുന്ന ഭൂപ്രദേശത്തേക്ക് വരുന്ന കോർപ്പറേഷൻ മേഖലകളുണ്ടല്ലോ. ആ കോർപ്പറേഷന്റെ, അതായത് കോഴിക്കോട് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട മേഖലകളിലേക്കൊക്കെ വരുമ്പോൾ അവിടെ 6 ഡിവിഷനുകൾ ഈ മേഖലയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ആ ഡിവിഷനുകളിൽ UDF-ന് ഒരിടത്ത് വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട്, NDA-ക്ക് ഒരിടത്ത് വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെ പ്രേക്ഷകരെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നത്, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ, അതായത് 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് കോർപ്പറേഷനിൽ മാത്രമായിരുന്നു UDF-ഉം LDF-ഉം തമ്മിൽ ഒരു ഇഞ്ചോടിഞ്ച് ഫൈറ്റ് നടന്നത്. മറ്റെല്ലായിടത്തും തന്നെ വ്യക്തമായ ഒരു ആധിപത്യമോ അല്ലെങ്കിൽ അട്ടിമറിയോ, കൊല്ലം കോർപ്പറേഷനിലൊക്കെ അട്ടിമറി നടത്തിക്കൊണ്ട് UDF അധികാരത്തിൽ വന്നുവെങ്കിൽ ഇപ്പോൾ കോർപ്പറേഷൻ ഇടതുപക്ഷം ഭരിക്കുന്നത് കോഴിക്കോട് മാത്രമാണ്. അപ്പോൾ പോലും UDF-ന്റെ ഈ തിരിച്ചുവരവ് പ്രധാന പോക്കറ്റുകളിൽ അടക്കം വോട്ട് വർദ്ധിപ്പിക്കാമെന്ന ആത്മവിശ്വാസം ഇതാണ് കോൺഗ്രസിന് ഉള്ളത്. അവിടെയാണ് കോൺഗ്രസ് ഇത്തവണ നേരിട്ട് കളത്തിലേക്ക് ഇറങ്ങാൻ തയ്യാറെടുക്കുന്നു എന്ന വിവരം നമുക്ക് പങ്കുവെക്കേണ്ടത്. അനീഷ്, ഈ ഡേറ്റകൾ എന്തായാലും കോൺഗ്രസിന് വലിയ പ്രതീക്ഷ നൽകുന്ന ഡേറ്റകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് അവിടെ മാറ്റുരയ്ക്കാൻ ശ്രമിക്കുന്നത്. തീർച്ചയായും അഭിലാഷ്, ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ കുറച്ച് തെരഞ്ഞെടുപ്പുകൾ പരിശോധിച്ചാൽ AK ശശീന്ദ്രൻ 2011 ജയിച്ചത് 14,654 വോട്ടുകൾക്കാണ്. എന്നാൽ കഴിഞ്ഞാണ് അദ്ദേഹം 29,000 വോട്ടുകളിലേക്ക്, അതായത് 30,000 വോട്ടിനടുത്തേക്ക് ഭൂരിപക്ഷത്തിൽ ഒരു ജയിച്ച മണ്ഡലമായി മാറുമ്പോൾ ആളുകൾ പെട്ടെന്ന് ചിന്തിക്കാം ഇതൊരു വലിയ മൃഗീയ ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലമാണ്, തോൽപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു മണ്ഡലമാണെന്നൊക്കെ വിചാരിക്കാം. പക്ഷേ നമുക്കറിയാം, കഴിഞ്ഞ 3 സ്ഥാനാർത്ഥികളെ, UDF-ന്റെ സ്ഥാനാർത്ഥികളെ നോക്കിയാൽ മതി. ആദ്യ തെരഞ്ഞെടുപ്പിൽ ഷെയ്ഖ് വി ഹാരിസ്, അദ്ദേഹം ഇപ്പോൾ CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ് ആലപ്പുഴയിൽ നിന്ന്. അദ്ദേഹം കായംകുളം സ്വദേശിയാണ്. അദ്ദേഹം എലത്തൂരിലെത്തുകയും മത്സരിക്കുകയും ചെയ്യുന്നു ജനതാദളിൻ്റെ സീറ്റായി. അതിനുശേഷം കിഷൻ ചന്ദ് എന്ന ജനതാദളിൻ്റെ തന്നെ ജില്ലാ തലത്തിലുള്ള ഒരു നേതാവ് മത്സരിക്കുന്നു. ഇതിനുശേഷമാണ് കഴിഞ്ഞ തവണ മാണി സി കാപ്പൻ വിഭാഗത്തിന് സീറ്റ് നൽകുകയും അദ്ദേഹവും കായംകുളംകാരനാണ്, സുൽഫിക്കർ മയൂരി. അദ്ദേഹം വന്ന് ഈ എലത്തൂരിൽ മത്സരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അദ്ദേഹം മത്സരിക്കാൻ എത്തുമ്പോൾ കോൺഗ്രസിന് ഒരു തരത്തിലുമുള്ള താല്പര്യം ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ പൂർണ്ണമായി തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്നും വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തിരുന്നു. ഇത്തരമൊരു സാഹചര്യം നിലനിൽക്കവെയാണ് അവിടെ വലിയ ഭൂരിപക്ഷത്തിൽ CPM-ന് ജയിക്കാൻ കഴിഞ്ഞത്. പക്ഷേ നേരത്തെ അഭിലാഷ് പറഞ്ഞ കണക്കുകൾ പരിശോധിച്ചാൽ ഈ എലത്തൂർ എന്നത് ഒരു CPM കോർപ്പറേഷൻ പരിധിയിൽ നേടാൻ കഴിഞ്ഞത്. പക്ഷേ നമുക്കറിയാം, മറ്റ് 5 ഡിവിഷനുകളിൽ കാര്യമായ ഒരു നേട്ടമുണ്ടാക്കാൻ UDF-ന് കഴിഞ്ഞു എന്നതാണ് വസ്തുത. വലിയ ഭൂരിപക്ഷത്തിലൊന്നുമല്ല CPM സ്ഥാനാർത്ഥികൾക്ക് അവിടെ ജയിക്കാൻ കഴിഞ്ഞത്. ഒപ്പം ഇതിൻ്റെ സമീപ പ്രദേശത്തുള്ള പഞ്ചായത്തുകൾ, ഇപ്പോൾ ചേളന്നൂർ, കക്കോടി, കാക്കൂർ, കുരുവട്ടൂർ, നന്മണ്ട, തലക്കളത്തൂർ എന്നീ പഞ്ചായത്തുകളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ പലയിടത്തും ഈ CPM-ന്റെ ശക്തി കേന്ദ്രങ്ങൾ ഭരിക്കാൻ UDF-ന് ഇത്തവണ കഴിഞ്ഞിരിക്കുന്നു എന്നതാണ്. ചേളന്നൂർ പഞ്ചായത്ത് LDF-ന്റെ ഒരു കോട്ടയാണ്. അവിടെ ഇത്തവണയും ഭരണം നിലനിർത്താൻ അവർക്ക് കഴിഞ്ഞു. കക്കോടിയും LDF-ന്റെ സ്ഥലമാണ്. പക്ഷേ കാക്കൂർ എന്ന ഒരു CPM ശക്തി കേന്ദ്രം ഇത്തവണ UDF പിടിച്ചെടുത്തിരിക്കുന്നു. ഒപ്പം കുരുവട്ടൂർ പഞ്ചായത്ത് പിടിച്ചെടുത്തിരിക്കുന്നു. LDF 14 സീറ്റ് ഉണ്ടായിരുന്ന സ്ഥലമാണ് 4-ൽ നിന്നും 11-ലേക്ക് ഉയർത്തിയാണ് അവിടെ ഭരണം പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നന്മണ്ട പഞ്ചായത്തിൽ ഏതാണ്ട് ഒപ്പത്തിനൊപ്പം എത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. 8 സീറ്റുകളാണ് UDF-നും LDF-നും ലഭിക്കുകയും നറുക്കെടുപ്പിലൂടെ അവിടെ പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തു. അത് UDF-ന് ലഭിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. ഈ തലക്കളത്തൂർ പഞ്ചായത്തും LDF-ന് വലിയ അപ്രമാദിത്വം ഉള്ള ഒരു പഞ്ചായത്താണ്. അവിടെ 6 സീറ്റ് ഇരട്ടിയാക്കി, അതായത് 12 സീറ്റുകൾ നേടി ഒരു ഭരണം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരുന്നു. ചേളന്നൂർ പഞ്ചായത്ത് UDF ഭരിക്കുന്ന രീതിയിലേക്ക് മാറി. അങ്ങനെ തദ്ദേശ സ്ഥാപനങ്ങളിൽ മുമ്പൊന്നുമില്ലാത്ത വിധം എലത്തൂരിലെ വിജയം വലിയ ഒരു ഊർജ്ജമായി കോൺഗ്രസിന് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ കോൺഗ്രസ് ആ സീറ്റ് ഏറ്റെടുക്കും എന്ന രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു. സ്ഥാനാർത്ഥികളെ വരെ പോലും പ്രാഥമികമായി നിശ്ചയിച്ച്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് തയ്യാറാവണം എന്ന രീതിയിലുള്ള സന്ദേശം പോലും നൽകിയാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഒരു സ്ഥാനാർത്ഥി മാറ്റം ഉണ്ടാവുമെന്ന ഒരു പ്രതീക്ഷ CPM-ന് ഉണ്ടായിരുന്നുവെങ്കിലും അതുണ്ടാവില്ല. മറിച്ച് ഈ മാണി സി കാപ്പൻ വിഭാഗത്തിന് നൽകിയ സീറ്റ് ഏറ്റെടുത്ത് കോൺഗ്രസ് തന്നെ ഈ മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള സാധ്യതകളാണ് നിലവിൽ ഉള്ളത്. അഭിലാഷ്, യെസ്, ഇതാണ് എലത്തൂരിലെ ചിത്രം. കോൺഗ്രസ് തന്നെ അവിടെ മത്സരിക്കുമെന്ന സൂചനകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വളരെ പെട്ടെന്ന് കോൺഗ്രസിന്റെ സാധ്യതകളിലേക്ക് പോകുമ്പോൾ അവിടെ ഉയർന്നു കേൾക്കുന്ന ചില പേരുകളുണ്ട്. ആ പേരുകൾ കൂടി ഒന്ന് വളരെ പെട്ടെന്ന് പരിശോധിച്ച് നോക്കാം. അതായത് എലത്തൂരിൽ ഇത്തവണ കോൺഗ്രസ് മത്സരിക്കുന്നുവെങ്കിൽ അവിടെ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് പരിഗണിക്കപ്പെടുന്ന പേരുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേരുകളിൽ ഒന്ന് വിദ്യാ ബാലകൃഷ്ണന്റേത് ആണ്. വിദ്യാ ബാലകൃഷ്ണൻ ഇപ്പോൾ KPCC-യുടെ ജനറൽ സെക്രട്ടറിയാണ്. യൂത്ത് കോൺഗ്രസിന്റെ മുൻ ദേശീയ സെക്രട്ടറി ആയിരുന്നു. അവിടെ മുൻ കൗൺസിലർ ആയിരുന്നു എന്നതുകൂടി എടുത്തു പറയേണ്ടതാണ്. ഒപ്പം ഒരു വനിതാ മുഖം ഈ തെരഞ്ഞെടുപ്പിൽ
വനിതകൾക്ക് കൃത്യമായി പരിഗണന നൽകും, യുവാക്കൾക്ക് കൃത്യമായി പരിഗണന നൽകും എന്നതാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നിന്ന് ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന മേഖലയിലടക്കം വളരെ സജീവമായി മുന്നോട്ട് പോകുന്ന ആളാണ് കോഴിക്കോട്. അതോടൊപ്പം തന്നെ ഈ സൂചിപ്പിക്കുന്ന എലത്തൂർ പോലെയുള്ള പ്രദേശങ്ങളിൽ സജീവ രാഷ്ട്രീയത്തിലുള്ള കോൺഗ്രസിന്റെ വനിതാ മുഖം ആണ് വിദ്യാ ബാലകൃഷ്ണന്റേത്. അതുകൊണ്ട് തന്നെ വിദ്യാ ബാലകൃഷ്ണനെ കോൺഗ്രസ് എലത്തൂരിൽ മത്സരിപ്പിക്കാനായി പരിഗണിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിരവധി, അതായത് പാർട്ടി പശ്ചാത്തലം, അതായത് കോഴിക്കോട് ഉൾപ്പെടെ സജീവമാകുന്ന ആൾ ആണ്. ബാലുശ്ശേരി, ചേലല്ലൂർ ജില്ലാ പഞ്ചായത്തിലേക്ക് ഒക്കെ ഉൾപ്പെടെ മത്സരിച്ചിട്ടുള്ള മറ്റ് അംഗങ്ങൾ കൂടി ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പരിഗണനയിലേക്ക് വരുന്നുണ്ട് എങ്കിൽ പോലും, ജയന്തിനെ പോലെയുള്ളവർ പരിഗണനയിലേക്ക് വരുന്നുണ്ട് എങ്കിൽ പോലും പ്രഥമ പരിഗണന വിദ്യയ്ക്ക് തന്നെയാണ് ഇപ്പോൾ നൽകുന്നത് കോൺഗ്രസ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി മറ്റൊരു പേര് അവിടെ ഉയർന്നു കേൾക്കുന്നത് നിജേഷ് അരവിന്ദിന്റെ പേരാണ്. നിജേഷ് അരവിന്ദ് ഒരു പക്ഷേ വിദ്യാ ബാലകൃഷ്ണൻ അല്ല എങ്കിൽ നിജേഷ് അരവിന്ദ് അവിടെ സ്ഥാനാർത്ഥിയായി എത്തുവാനുള്ള സാധ്യത തള്ളിക്കളയാൻ ആകില്ല. അവിടെ കോഴിക്കോട് ജില്ലയിൽ ഉടനീളം സജീവമായിട്ടുള്ള ഒരു രാഷ്ട്രീയ മുഖമാണ്. ഇപ്പോൾ പാർട്ടിയുടെ വക്താവായിട്ടുള്ള നിജേഷ് ചാനൽ ചർച്ചകളിൽ ഉൾപ്പെടെ സംവാദ പരിപാടികളിൽ ഉൾപ്പെടെ നിറഞ്ഞു നിൽക്കുന്ന ആളാണ്. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചുള്ള പരിചയം കൂടി അദ്ദേഹത്തിന് നേട്ടമായി മാറും എന്നതാണ് ഇപ്പോൾ കണക്കാക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മത്സര പരിചയം ജില്ലാ പഞ്ചായത്തിലേക്ക്, ബാലുശ്ശേരി ചേലല്ലൂർ ജില്ലാ പഞ്ചായത്തിലേക്ക് ഉൾപ്പെടെ മത്സരിച്ചിട്ടുണ്ട്. കോളേജ് കാലം മുതൽ വളരെ സജീവമായി കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന വ്യക്തിത്വം എന്ന നിലയിലാണ് നിജേഷ് അരവിന്ദിന്റെ പേര് അവിടെ പരിഗണിക്കുന്നത്. മറ്റൊരു പേര് കെ ജയന്തിൻ്റേത് ആണ്. ജയന്ത് ഒരുപക്ഷെ ഇവിടെ തന്നെയാണോ സ്ഥാനാർത്ഥിയായി വരിക എന്നതിൽ വ്യക്തതയില്ല എങ്കിലും എലത്തൂരിലും ജയന്തിന്റെ പേര് സജീവമായി പരിഗണിക്കുന്നു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. KPCC ജനറൽ സെക്രട്ടറിയാണ് കോഴിക്കോട് സജീവമായിട്ടുള്ള മുതിർന്ന നേതാവ് ജയന്ത്. ഇങ്ങനെ 3 പേരുകൾ ആണ് ഇപ്പോൾ വളരെ സജീവമായി എലത്തൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പട്ടികയിൽ നമുക്ക് ഉയർന്നു കേൾക്കാൻ സാധിക്കുന്നത്. തെരഞ്ഞെടുപ്പാണ്, അവിടെ വിജയ സാധ്യതകൾ, രാഷ്ട്രീയ എതിരാളി ആര് എന്നതൊക്കെ ഒരു തെരഞ്ഞെടുപ്പിൽ നിർണായകമാകും. അതിന് അനുസരിച്ചായിരിക്കും അന്തിമമായി ഒരു സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കുക എന്നതുകൂടി ഓർമ്മിപ്പിക്കട്ടെ. ഇതിനിടെ തമിഴ്നാട്ടിൽ നിന്നുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. തമിഴ്നാട് രാഷ്ട്രീയവും ഇപ്പോൾ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പശ്ചാത്തലമുണ്ട്. പ്രത്യേകിച്ച് വിജയ് രാഷ്ട്രീയ പാർട്ടിയുമായി രംഗത്ത് വന്നതോടുകൂടി. പക്ഷേ പങ്കുവയ്ക്കാനുള്ള വാർത്ത അങ്ങനെയൊരു രാഷ്ട്രീയ വാർത്തയല്ല, സിനിമാ വാർത്തയാണ്. അത് ഇടവേളയ്ക്ക് ശേഷം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.